എല്ലാവർക്കും നമസ്കാരമുണ്ട്. അങ്ങനെ വീണ്ടും ഒരു ദിവസം കൂടി മാർക്കറ്റ് അതിൻ്റെ പുതിയ തലങ്ങളിലേക്ക് പ്രേക്ഷകരായ നമ്മളെ അതായത് കച്ചവടക്കാരായ നമ്മളെ കൂട്ടിക്കൊണ്ട് സഞ്ചരിക്കുകയാണ്. ഏതായിരുന്നാലും ഇത്തരം സഞ്ചാരം വളരെയധികം ദുർഘടം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. സാഹിത്യ ഭാഷയിൽ പറഞ്ഞാൽ ട്രേഡിങ്ങിൻ്റെ അവസ്ഥാന്തരങ്ങൾ എന്താണെന്ന് നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സത്യത്തിൽ. അതിനിടയ്ക്ക് ഇന്ന് വേറൊരു ന്യൂസും കൂടെ റിലീസായിട്ടുണ്ട്. അതായത് കഴിഞ്ഞ മാസം നമ്മൾ ചെയ്തിരുന്നല്ലോ സെബിയുടെ കുറച്ച് പുതിയ നിർദ്ദേശങ്ങൾ FNO ഇടപാടുകളിൽ. അതായത് സെബി പറയുന്നത് 50,000 കോടിയിലേറെ രൂപയുടെ നഷ്ടം നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അവർക്ക് ഒരു വർഷത്തിൽ 50,000 കോടിയുടെ അവരുടെ മൊത്തം കണക്ക് നോക്കിയാൽ ജൂലൈയിലാണ് അവർ റിലീസ് ചെയ്തത് കൺസൾട്ടേഷൻ പേപ്പർ. അതിൽ 7 മാനദണ്ഡങ്ങളാണ് അവർ പറഞ്ഞത്. പക്ഷേ അതൊരു ചെറിയ മാറ്റത്തോടെ ഇപ്പോൾ പ്രാബല്യത്തിൽ വരുമെന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയുന്നത്. അതിൻ്റെ ഒരു ബോർഡ് യോഗത്തിന് മുമ്പായി ചിലപ്പോൾ ഒരു ചെറിയ മാറ്റങ്ങൾ വരുത്തും. അവർ വെറുതെ ഒരു നിർദ്ദേശങ്ങളല്ല വെച്ചിരിക്കുന്നത്. 6,000-ലധികം സ്ഥാപനങ്ങളിൽ നിന്നാണ് അവർ പ്രതികരണങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ റീറ്റെയിലേഴ്സായ നമ്മളെപ്പോലുള്ള ആളുകളിൽ നിന്നും അവർ ഒരുപാട് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇത് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഓരോ നിയമങ്ങളും നടപ്പിലാക്കുക. പക്ഷേ ഇവിടെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നിർദ്ദേശങ്ങളൊക്കെ നടപ്പാക്കിയാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഇപ്പോൾ 2 നമ്മുടെ രാജ്യത്ത്, NSEയും BSEയും, ബോംബെ സ്റ്റോക്ക് മാർക്കറ്റും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. അപ്പോൾ അവർക്ക് ഇപ്പോൾ കിട്ടുന്ന ലാഭം അത് നല്ല വണ്ണം കുറയും. പക്ഷേ ഇക്കാര്യത്തിൽ സെബിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നാണ് NSEയുടെ മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞത്. ആശിഷ് കുമാർ ചൗഹാനാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ പുതിയ നിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വന്നാൽ എക്സ്ചേഞ്ചുകളുടെ ഈ ലാഭവിഹിതം കുറയുന്നതിന് മുന്നോടിയായി പരമാവധി റീറ്റെയിലേഴ്സിനെ അവർ ഊറ്റി കറക്കിക്കൊണ്ടിരിക്കുകയാണോ എന്ന് സംശയം വരികയാണ്. ഏതായിരുന്നാലും ഇത്തരത്തിലാണ് നാളെ മാർക്കറ്റെങ്കിൽ തീർച്ചയായും നമുക്ക് ട്രേഡ് എടുക്കാതെ മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് തോന്നുന്നത്. കാരണം ഈ മാർക്കറ്റിൽ ട്രേഡ് എടുത്തിട്ട് നമുക്ക് വെറുതെ മാനസിക പിരിമുറുക്കം, സംഘർഷം ഒക്കെ ഉണ്ടായി ടൈം വേസ്റ്റ്, മണി വേസ്റ്റ്, എവരിത്തിങ് വേസ്റ്റ് എന്നൊരു ചൊല്ലുണ്ടല്ലോ, അത് നമ്മൾ വേണ്ട. അപ്പോൾ ഓക്കെ, ഏതായിരുന്നാലും ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ താഴത്തേക്ക്, അതായത് ഇന്നലെ ഞാൻ വരച്ച് കാണിച്ചു ഇങ്ങനെ താഴേക്ക് വരാനായിരിക്കും സാധ്യത എന്ന്. അതുപോലെ തന്നെയാണ് ഏതായാലും ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അത് നിഫ്റ്റിയിൽ മാത്രമാണ് എന്നുള്ളതാണ്. നിഫ്റ്റിയിൽ നിന്നൊരു 53 പോയിൻ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്നും നടക്കുന്നത് പോലെ ഇന്നും എന്താണ് സംഭവിച്ചത് എന്ന് നോക്കും. ഇന്ന് ഓപ്പൺ ചെയ്ത് 25,250, ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,206. ചെറിയ ഒരു ഗ്യാപ്പ് അപ്പ്. അതിനുശേഷം നേരെ താഴെ വന്നിട്ട് ഇവിടുന്ന് തുടങ്ങി പണി. പാവങ്ങളുടെ പൈസ അടിച്ചു മാറ്റാൻ തുടങ്ങി. നോക്കൂ, ഇതിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഡെയിലി ഇത് തന്നെ. ഇപ്പോൾ പല്ലവി, പണ്ടൊരു ചൊല്ലുണ്ട്, പറയെ പാട്ടി പെണ്ണേ പെറുവെന്ന്. പഴഞ്ചൊല്ലാണ് കേട്ടോ, അല്ല പറയുക. അപ്പോൾ ഇതുപോലെയാണ് അവസ്ഥ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഈ ട്രേഡ് നമുക്ക് നോക്കാം. കാരണം എന്തെങ്കിലുമൊക്കെ മൂവ്മെൻറ്റ് കിട്ടുമ്പോൾ മാത്രം 1-2 ട്രേഡിൽ ഒതുക്കുക. 4-5 ഒന്നും വേണ്ടാന്ന് വെക്കണം, മാർക്കറ്റ് ഒന്ന് റെഡി ആവുന്നവരെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ അവസ്ഥ. നോക്കൂ, ഈ 15 മിനിറ്റ്സ് ക്യാൻഡിലിൽ, 1 അവർ ക്യാൻഡിൽ നോക്കൂ. 1, 2, 3, 4, 5, 7 ക്യാൻഡിലിൽ 6 റെഡിലാണ്. പക്ഷേ നമുക്ക് ട്രേഡിനുള്ള ചാൻസുകൾ വല്ലതും കിട്ടിയോ? ഇല്ല. അതാണ് ട്രേഡിംഗ് മെത്തേഡ്. വെറും സൈഡ് വേയിലൂടെ പ്രീമിയം DK. ഇതാണ് സംഭവിച്ചത്. ഓക്കെ, ഇനി വൺ ഡേ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞ രൂപത്തിൽ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും അല്പാൽപമായിട്ട് താഴത്തേക്ക് വരുമെന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഏതായിരുന്നാലും അല്പാൽപമായിട്ട് താഴത്തേക്ക് തന്നെ വരട്ടെ. ഇങ്ങനെ ഒരുപാട് മുകളിൽ പോയി കഴിഞ്ഞാൽ മാർക്കറ്റിനൊരു സുഖം ഉണ്ടാവില്ല. ട്രേഡർമാർക്കും മാർക്കറ്റിനും ആർക്കും ഒരു സുഖം ഉണ്ടാവില്ല.
ഓക്കെ, അപ്പോൾ കുറച്ച് ഇങ്ങനെ വരട്ടെ. നാളെ എന്തായാലും നല്ലൊരു ഇടിവാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും ഫ്രൈഡേ, അതായത് ക്യാപിറ്റൽ ഫ്രൈഡേ എന്നാണ് പറയുക, FRI അല്ല FRY. അപ്പോൾ നാളെ ക്യാപിറ്റൽ ഫ്രൈഡേ എന്നുള്ളത് ഒഴിവാക്കിയിട്ട് നാളെ ക്യാപിറ്റൽ സേഫ് ഡേ ആയാൽ മതിയായിരുന്നു. ഓക്കെ, ഏതായിരുന്നാലും നാളെ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നെക്സ്റ്റ് മൺഡേ മുതലെങ്കിലും നല്ലൊരു ട്രേഡിംഗ് അവസരങ്ങൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നാളെയും നമുക്ക് വൺ ഡേ ക്യാൻഡിൽ വെച്ച് നോക്കുമ്പോൾ താഴത്തേക്ക് വരുന്ന പോലെ തന്നെയാണ് കാണിക്കുന്നത്. സൂചനകൾ താഴത്തേക്ക് തന്നെയാണ്. നമുക്ക് നാളെ എങ്ങനെ ഒരു പ്രോപ്പറായ എൻട്രി എടുത്ത് പോകാം. ഇതുപോലുള്ള മാർക്കറ്റിലാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രോപ്പറായ എൻട്രി പോയിട്ട് താൽക്കാലിക എൻട്രിയും കൂടി നടത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അവസരങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക. നമ്മൾ ഇന്നലെ പറഞ്ഞത് 25,220 മുകളിലാണ്. നമുക്ക് നടന്നിട്ടില്ല. പിന്നെ താഴത്തെ കാര്യം പറയണ്ടല്ലോ, അതും നടന്നിട്ടില്ല. നമുക്കിനി നാളെ ഇതിന് മുകളിലെടുത്താൽ മതി. 25,280 മുകളിൽ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നും എടുക്കരുത്. സേഫായിട്ട് നമുക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്നെങ്കിലും വേണം. 25,290 അവിടെ നിന്ന് എടുത്താൽ മതി എന്തായാലും. നമുക്ക് ഫസ്റ്റ് 25,335 വരെ വാച്ച് ചെയ്യാം. അതിന് മുകളിലേക്കാണെങ്കിൽ 25,425, 420 കേട്ടോ. ഓക്കെ, ഈ ലെവലുകൾ നിങ്ങൾക്ക് നാളെ ഒന്ന് വാച്ച് ചെയ്യാം. താഴത്തേക്കാണെങ്കിൽ 25,125 താഴെ നമുക്ക് ഡൗൺ സൈഡ് എടുത്ത് വരാം. ഫസ്റ്റ് സപ്പോർട്ടായിട്ട് ഇവിടെ ഒരു സപ്പോർട്ടുണ്ട് 25,070. അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുവരെ 25,030 വരെ നമുക്ക് വാച്ച് ചെയ്യാം. അതിനും താഴത്തേക്ക് ഇതൊക്കെ ചെറിയ സപ്പോർട്ടുകളാണ്. നിങ്ങൾ കുറച്ച് നേരം അഥവാ താഴത്തേക്ക് ഒരു ഹ്യൂജായിട്ട് വരികയാണെങ്കിൽ കുറച്ച് നേരം നിങ്ങൾ ഒരു 10-15 പോയിൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടം നോക്കണ്ട. അത് പിന്നെ അങ്ങനെയാണ് താഴത്തേക്ക് ഇറങ്ങി വരും. ഓക്കെ, അപ്പോൾ അവസരങ്ങൾക്കനുസരിച്ച് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ നാളെ സെറ്റപ്പ് നടത്താം. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് നിഫ്റ്റി ഇന്ന് നല്ലൊരു വാളട്ടൈലാണോ സൈഡ് വേണോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നാൽ കൺസോൾട്ടേഷനാണോ അതല്ലേനും. അത്തരത്തിലുള്ളൊരു സാഹചര്യം. അയ്യോ നോക്കൂ നിങ്ങൾ, ഇവിടെ നിന്ന് ഇതാ ഈ ഒരു ഏരിയ ഒന്ന് നോക്കൂ നിങ്ങൾ. എത്ര പോയിൻറ്റിനകത്താണ് ഇത് ട്രേഡ് ആയിരിക്കുന്നത് എന്നൊന്നും നിങ്ങൾക്കറിയണ്ടേ. 60 പോയിൻറ്റിനകത്ത് ട്രേഡായി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? ഒന്നും ഇന്നലെ പറഞ്ഞ രൂപത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിനിടയ്ക്ക് ഒന്ന് താഴെ വരും. ഈ താഴെ വരുമ്പോഴാണ് നമ്മൾ എടുക്കുന്നത് ബ്രേക്കൗട്ട് നടത്തി എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഫേക്ക് ബ്രേക്കൗട്ട്, വീണ്ടും തിരിച്ച് മുകളിലേക്ക് പോവും. ഇതാണ് വിഷയം. ഓക്കെ, പക്ഷെ ബാങ്ക് നിഫ്റ്റി ഇന്ന് മുകളിലേക്ക് പോകാൻ തന്നെയാണ് ഒരു ടെൻഡൻസി കാണിച്ചത്. ബാങ്ക് നിഫ്റ്റിയിലും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ശേഷം നേരെ താഴെ വന്നു. അവിടെ നിന്ന് ഒരു സൈഡ് വേ, അവസാനം ആ ഒരു ലെവലിൽ തന്നെ ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇടയ്ക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന പോലെ കാണിച്ചിട്ട് ട്രേഡർമാരെ ഒന്ന് പറ്റിക്കും, എന്നിട്ട് അവിടെ നിൽക്കും. ഇതാണ് അവസ്ഥ ബാങ്ക് നിഫ്റ്റിയിലും. നമുക്ക് നാളെയും ബാങ്ക് നിഫ്റ്റി ഈ ഒരു തരത്തിൽ കാണുമ്പോൾ സൈഡ് വേ കൂടെ തന്നെയാണ് പോകുമെന്ന് തോന്നുന്നത്. പക്ഷേ 1 അവർ ടൈം ഫ്രെയിമിലേക്ക് നോക്കുമ്പോൾ നമുക്ക് താഴേക്ക് വരാൻ തന്നെയാണ് സൂചനകൾ നൽകുന്നത്. വൺ ഡേ ടൈം ഫ്രെയിമിൽ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഇന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ ഇന്നിവിടെ റെഡ് ക്യാൻഡിലായി മാറിയിട്ടുണ്ട്. നാളെ താഴത്തേക്ക് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നമുക്ക് ഇന്നലെ കൊടുത്ത ലെവലുകൾ ഏതെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടോ, നമുക്ക് ട്രേഡ് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. 51,511 അപ്പ് സൈഡിലേക്ക് പറഞ്ഞത്. പക്ഷേ ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം, അതായത് നമ്മുടെ എൻട്രിക്ക് ശേഷമുള്ള ടാർഗറ്റിൻ്റെ അവിടെ പോയിട്ട് ഓപ്പൺ ചെയ്തിട്ട് നേരെ താഴെ വരികയാണ് ചെയ്തത്. എന്നാലോ നമുക്ക് ഡൗൺ സൈഡിലേക്കുള്ള ഭാഗം ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തോ ഇല്ല, ബ്രേക്കൗട്ട് നടത്തിയിട്ടുമില്ല. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് എൻട്രി ലഭിച്ചില്ല. 51,635 മുകളിൽ എൻട്രി എടുത്ത് പോകാം. ഇവിടെ നിന്ന് റെസ്പെക്റ്റ് ചെയ്യുക 51,750. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ 51,880 വരെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. താഴത്തേക്കാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുത്തു വരാം. 51,385 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്താൽ നമുക്ക് താഴേക്ക് എടുത്തു വരാം എൻട്രി. നിങ്ങൾക്ക് ഇതുവരെ വാച്ച് ചെയ്യാം. ഫസ്റ്റ്
51,300, സെക്കൻഡ് 51,230 വരെ. ഓക്കെ, അതിനും താഴെ വരികയാണെങ്കിൽ പരമാവധി സ്റ്റോപ്പ് ലോസൊക്കെ മൈനസ് ചെയ്തിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് നാളെ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ഫിൻ നിഫ്റ്റിയിൽ 23,850 മുകളിലാണ് എൻട്രി പറഞ്ഞത്. നമുക്ക് ഇതിലൊരു എൻട്രി ലഭിക്കാൻ സാധ്യതയുണ്ട്. നോക്കൂ, ഇവിടെ 23,850 മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്കൊരു റീട്രേസ്മെൻറ്റിന് വേണ്ടി കാത്തിരുന്നു. നേരെ താഴെ വന്നതിന് ശേഷം വീണ്ടും പുറത്ത് വന്ന് ഗ്രീൻ ക്യാൻഡിൽ ഫോമായ സ്ഥിതിക്ക് നമുക്ക് ഇവിടെ നിന്ന് എൻട്രി ലഭിക്കാം. അവിടെ നിന്ന് എൻട്രി ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 23 പോയിൻ്റ് കാര്യമില്ലാന്ന് 23 പോയിൻറ്റിന് റാലിയേ നടന്നിട്ടുള്ളൂ. അതേസമയം താഴത്തേക്കും വന്നിട്ടില്ല. നമുക്കിനി നാളെ ഇവിടെ നിന്ന് എടുത്തു പോയാൽ മതി. അതിനേക്കാളും നല്ല 23,950 മുകളിൽ ഒരു എൻട്രി എടുത്ത് പോകാം. അപ്പ് സൈഡിലേക്ക്, ഡൗൺ സൈഡിലേക്ക് 23,825 താഴെ ഡൗൺ സൈഡിലേക്കും എടുത്തു വരാം. 23,950 ശേഷം നിങ്ങൾക്ക് ഇതുവരെ വെയിറ്റ് ചെയ്യാം. 24,000 വരെ വെയിറ്റ് ചെയ്യുക. അതിനുള്ളിൽ ചെറിയ റെസിസ്റ്റൻസുകളൊക്കെ ഉണ്ട്. പരമാവധി നിങ്ങൾ ശ്രദ്ധിച്ച് ട്രേഡ് എടുക്കുക. ഇനി താഴെ വരികയാണെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ടായിട്ട് 23,695. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. അടുത്തത് മിഡ് ക്യാപ് നിഫ്റ്റിയാണ്. മിഡ് ക്യാപ് നിഫ്റ്റി ഇന്നൊരു സൈഡ് വേ തന്നെയായിരുന്നു. 1 അവറിൽ നോക്കുമ്പോൾ സൈഡ് വേ, എന്നാലും മുകളിലേക്ക് പോകാനാണ് എല്ലാ സമയവും ധൃതി കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു സൈഡ് വേ, നമ്മൾ മുകളിലേക്ക് പോകുന്നു എന്ന് തോന്നും, പക്ഷേ അപ്പോൾ തന്നെ താഴത്തേക്ക് വരും. ഇതാണ് മിഡ് ക്യാപ് നിഫ്റ്റിയിൽ നിന്ന് ചെയ്തത്. ഇവിടെ വെച്ച് മാത്രം ചെറിയൊരു അനക്കമുണ്ടായി. പക്ഷേ അവിടെ ട്രേഡ് എടുത്തു, ഒരു 5 പോയിൻ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. പല ആളുകൾക്കും അതിന് കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും മേലെ പോയ അതേ വേഗത്തിൽ താഴേക്ക് തന്നെ വന്നു. 15 മിനിറ്റ് ക്യാൻഡിൽ നോക്കുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് കഴിയും. ഇവിടെ ഇന്ന് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് നേരെ താഴെ വന്നു. പക്ഷേ നമ്മുടെ എൻട്രിക്ക് മുകളിലാണ് ഓപ്പൺ ചെയ്തത്, എന്നാലോ അതിനുശേഷം താഴെ വന്നിട്ടുമില്ല. എൻട്രിക്ക് മുകളിലായതുകൊണ്ട് നമുക്ക്, നമ്മുടെ എൻട്രി പ്രൈസിന് മുകളിലായതുകൊണ്ട് നമുക്ക് എൻട്രിക്ക് ഇന്ന് പറ്റിയിട്ടുമില്ല. ഇതാണ് മിഡ് ക്യാപ്പിൽ നടന്ന സ്ഥിതി. നമുക്ക് നാളെ മിഡ് ക്യാപ്പിൽ എന്താണ്, അല്ലെങ്കിൽ നാളെ ഏത് ഭാഗത്തേക്കാണ് കൂടുതൽ ചാൻസ് എന്നുള്ളത് നോക്കാം. ആൾ ടൈം ഹൈ ആണ് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 13,299 എന്ന സർവകാല റെക്കോർഡിലെത്തിയിരിക്കുകയാണ് മിഡ് ക്യാപ് നിഫ്റ്റി. ലോഡ് സൈസ് കുറച്ചിട്ടില്ലായിരുന്നെങ്കിൽ സാധാരണ ട്രേഡർമാർ കുടുങ്ങിയനെ. ഓക്കെ, നാളെ ഒരു റെഡ് ക്യാൻഡിൽ വരികയാണെങ്കിൽ മിഡ് ക്യാപ് നിഫ്റ്റിയും ഡൗൺ സൈഡിലേക്ക് തന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ വരുമെന്ന് നമുക്ക് അനുമാനിക്കാം. ഓക്കെ, 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ഇന്നലെ തന്നത് എന്തായാലും എൻട്രി ലഭിച്ചിട്ടില്ല. നാളെ 13,300 മുകളിൽ എൻട്രി ലഭിക്കുകയാണെങ്കിൽ എടുത്തു പോകാം. 13,345 കേട്ടോ റെസിസ്റ്റൻസ്. ഇവിടെ റെസിസ്റ്റൻസ് ആക്ട് ചെയ്യും. താഴത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുത്തു വരാം. 13,230 താഴെ ഡൗൺ സൈഡിലേക്ക് നമുക്ക് എടുത്തു വരാം. ഓക്കെ, അപ്പോൾ മിഡ് ക്യാപ് നിഫ്റ്റിയിൽ ഇങ്ങനെയാണ്. ഇതുവരെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. 13,200 വരെ. അതിനും താഴെ വരികയാണെങ്കിൽ 13,200 ചെറിയൊരു സപ്പോർട്ടാണ്. നിങ്ങൾക്ക് പരമാവധി വെയിറ്റ് ചെയ്യുക. 13,160 ഒരു ചെറിയ ഒരു മിഡിൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. അതുവരെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മിഡ് ക്യാപ്പിൽ നിങ്ങൾക്ക് ഇങ്ങനെ നാളെ വാച്ച് ചെയ്യാം. നല്ല സമയത്ത് കൃത്യമായ എൻട്രി കിട്ടിയാൽ മാത്രം എടുത്തു പോവുക. ഈ 4 ഇൻഡെക്സുകൾ നാളെ വാച്ച് ചെയ്യാം. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനലൈസ് ചെയ്ത് പൂർണ്ണബോധത്തോടെ എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ പഠിച്ചുകൊണ്ട് മാർക്കറ്റിലേക്ക് വരിക. ഇതുപോലുള്ള മാർക്കറ്റാണെങ്കിൽ പഠിച്ചു വന്നിട്ടും കാര്യമല്ല. ശ്രദ്ധിക്കുക, പണം നമ്മുടേതാണ്, സംരക്ഷിക്കേണ്ടതും നമ്മളാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.